നമസ്കാരം. RB മീഡിയ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വമ്പൻ അവസരം 2000 ഒഴിവുകളിലേക്ക് മെഗാ തൊഴിൽമേള കേരളത്തിൽ. തൊഴിലന്വേഷകർക്ക് വമ്പൻ സാധ്യതകളുമായി പത്തനംതിട്ടയിൽ തൊഴിൽമേള സംഘടിപ്പിക്കുന്നു. KDISCിൻ്റെയും കേരള നോളജ് മിഷൻ്റെയും പിന്തുണയോടെ വിജ്ഞാപന പത്തനംതിട്ടയാണ് തൊഴിൽമേള സംഘടിപ്പിക്കുന്നത്. മേളയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ തോമസ് ഐസക് തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കി. ഉദ്യോഗാർത്ഥികൾക്ക് ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് മേളയിൽ പങ്കെടുക്കാം. നിങ്ങൾക്ക് ITIയിലോ പോളിടെക്നിക്കിലോ ഡിപ്ലോമയോ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റോ ഉണ്ടോ എങ്കിൽ 2000 തൊഴിലുകൾ നിങ്ങളെ മാടി വിളിക്കുകയാണ്. L&T കമ്പനിക്ക് മാത്രം വേണം 1200 പേരെ. ആക്സിസ് ബാങ്ക് അടക്കമുള്ള ബാങ്കുകാർക്ക് 300 പേരെ ആവശ്യമുണ്ട്. BCom പാസ്സായിരിക്കണം. ഇനി മറ്റ് സാധാരണ ഡിഗ്രി മാത്രമുള്ള 500 പേർക്കും അവസരമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇതോടൊപ്പമുള്ള ഗൂഗിൾ ഫോം സ്ക്രീനിൽ കൊടുക്കുന്നു. അത് പൂരിപ്പിച്ച് അയയ്ക്കുക. റാന്നി സെൻറ്റ് തോമസ് കോളേജിൽ വെച്ച് നടക്കുന്ന തൊഴിൽമേളയിൽ പങ്കെടുക്കാൻ വിജ്ഞാന പത്തനംതിട്ടയുടെ ക്ഷണം ലഭിക്കും. തൊഴിൽമേളയിൽ വെച്ച് കരിയർ ഗൈഡൻസ് സംബന്ധിച്ച കൗൺസിലിംഗ് ഉണ്ടാകും. കമ്പനികളുടെ പ്രതിനിധികൾ തന്നെ നേരിട്ട് ഇൻ്റർവ്യൂ ചെയ്യും. മേള രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. നിങ്ങൾക്ക് കൂടുതൽ വിശദീകരണങ്ങളോ കൗൺസിലിങ്ങിലോ വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും അടുത്തുള്ള ജോബ് സ്റ്റേഷനുമായി ബന്ധപ്പെടുക. 26-ാം തീയതിയെങ്കിലും നിങ്ങൾക്ക് പ്രത്യേക ഗ്രൂപ്പ് കൗൺസിലിങ്ങിനുള്ള സൗകര്യമൊരുക്കാൻ അവർ ശ്രമിക്കും. കോളേജിലെ NSS വിദ്യാർത്ഥികൾ മേളയിൽ വോളണ്ടിയേഴ്സായി പ്രവർത്തിക്കും. 50ഓളം വരുന്ന പത്തനംതിട്ടയിലെ റിട്ടയർഡ് ഉദ്യോഗസ്ഥരടങ്ങുന്ന സ്പെഷ്യൽ റിസോഴ്സ് പേഴ്സാണ് മേളയ്ക്ക് നേതൃത്വം നൽകുന്നത്. രാവിലെ 10 മണിക്ക് ഉദ്ഘാടനത്തോടെ ആരംഭിക്കുന്ന മേളയിൽ കരിയർ ഗൈഡൻസും വ്യക്തിഗത കരിയർ കൗൺസിലിംഗും ഉണ്ടാകും. കുട്ടികൾക്ക് എങ്ങനെ ഇൻ്റർവ്യൂവിനെ സമീപിക്കാമെന്നതിന് പ്രത്യേക പരിശീലനം നൽകുന്നതാണ്. ശരിയായ രൂപത്തിൽ CV ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നതിലും കുട്ടികൾക്ക് പരിശീലനം നൽകും. KDISCിൻ്റെയും കേരള നോളജ് മിഷൻ്റെയും കുടുംബശ്രീ മിഷൻ്റെയും പിന്തുണയോടെ വിജ്ഞാന പത്തനംതിട്ടയാണ് തൊഴിൽമേള സംഘടിപ്പിക്കുന്നത്. പത്തനംതിട്ടയ്ക്ക് പുറത്തുനിന്നും ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാവുന്നതാണ്. റാന്നി സെൻറ്റ് തോമസിൽ നടക്കുന്ന തൊഴിൽമേളയിൽ നേരിട്ട് പങ്കെടുക്കണമെന്നു മാത്രം. വ്യത്യസ്ത തൊഴിൽ മേഖലകളിൽ ഊന്നിക്കൊണ്ട് ഇനി പത്തനംതിട്ടയിലെ മറ്റ് കേന്ദ്രങ്ങളിൽ വെച്ചും ഇതുപോലെ തൊഴിൽമേളകൾ സംഘടിപ്പിക്കുന്നതാണ്. 2024 ജൂലൈ 27 ശനിയാഴ്ച റാന്നി സെൻറ്റ് തോമസ് കോളേജിൽ വെച്ചാണ് മേള നടക്കുക. 10ാം ക്ലാസ് തോറ്റവർക്കും ജോലി. അംഗനവാടി വർക്കർ ഹെൽപ്പർ നിയമനം. മലപ്പുറം ജില്ലയിലെ പഞ്ചായത്തിലെ അംഗനവാടികളിലെ വർക്കർ ഹെൽപ്പർ ഒഴിവുകളിലേക്ക് വനിതകളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന യോഗ്യതകൾ മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. യോഗ്യത: അപേക്ഷകർ 18 വയസ്സിനും 46 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരും പഞ്ചായത്തിൽ സ്ഥിരതാമസക്കാരുമായിരിക്കണം. അംഗനവാടി വർക്കർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ 10ാം ക്ലാസ്സാണ് യോഗ്യത. ഹെൽപ്പർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർ എഴുതാനും വായിക്കാനും അറിവുള്ളവരായിരിക്കണം. അപേക്ഷിക്കേണ്ട വിധം: അപേക്ഷാ ഫോറത്തിൻ്റെ മാതൃക കരുവാരുക്കുണ്ട് പ്രവർത്തിക്കുന്ന ICDS ഓഫീസ്, തൂവൂർ പഞ്ചായത്ത് ഓഫീസ് എന്നിവിടങ്ങളിൽ നിന്നും ലഭിക്കും. വിലാസം: ശിശുവികസന പദ്ധതി ഓഫീസർ, ICDS കാളിക്കാവ് അഡീഷണൽ, കരുവാരക്കുണ്ട് PO, പിൻകോഡ് 676523. അപേക്ഷകൾ ഓഗസ്റ്റ് 7 വൈകുന്നേരം 5 മണിക്ക് മുമ്പ് ലഭിക്കണം. 2. വയനാട് ജില്ലയിലെ അംഗനവാടി വർക്കർ ഹെൽപ്പർ ഒഴിവുകൾ. കൽപ്പറ്റ
ICDS പ്രൊജക്റ്റ് ഓഫീസിൻ്റെ പരിധിയിലുള്ള വെങ്ങപ്പള്ളി, കോട്ടത്തറ ഗ്രാമപഞ്ചായത്തുകളിലെ അംഗനവാടികളിൽ വർക്കർ ഹെൽപ്പർ തസ്തികയിലെ പ്രതിഷ്ഠിത ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ജൂലൈ 31 വരെ അപേക്ഷകൾ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾ കൽപ്പറ്റ ICDS ഓഫീസിൽ നിന്ന് ലഭിക്കും. ഫോൺ നമ്പർ 04936207014. 3. ആലപ്പുഴയിലെ അംഗനവാടികളിൽ വന്നിരിക്കുന്ന ഒഴിവുകൾ. ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര ICDS പരിധിയിൽ ചെന്നിത്തല പഞ്ചായത്തിലെ വിവിധ അംഗനവാടികളിൽ അംഗനവാടി ഹെൽപ്പർ തസ്തികയിൽ അടുത്ത 3 വർഷത്തിനുള്ളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നതിനായി ചെന്നിത്തല പഞ്ചായത്തിലെ സ്ഥിരതാമസമുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ 18 വയസ്സ് തൊട്ട് 46 വയസ്സിനിടയിൽ പ്രായമുള്ളവരും SC ST 49 വയസ്സുവരെ, 10ാം ക്ലാസ് പാസ്സാകാത്തവരും എഴുത്തും വായനയും അറിയാവുന്നവരും ആയിരിക്കണം. അപേക്ഷ 2024 ജൂലൈ 31 വൈകിട്ട് 5 മണിക്ക് മുമ്പായി പുതിയകാവ് മാവേലിക്കര ബ്ലോക്ക് ഓഫീസ് കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന മാവേലിക്കര ICDS ഓഫീസിൽ നൽകണം. അപേക്ഷാ ഫോമുകൾ മാവേലിക്കര ICDS ഓഫീസിലും ചെന്നിത്തല പഞ്ചായത്ത് ഓഫീസിലും ലഭിക്കും. കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സീഡിറ്റിൽ ജോലി അവസരം. കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജി സീഡിറ്റ് തിരുവനന്തപുരം പ്രോജക്റ്റ് സൂപ്പർവൈസർ ഒഴിവിലേക്ക് കരാർ നിയമനം നടത്തുന്നു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജോലി വിവരങ്ങൾ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷിക്കുക. ജോലി ഒഴിവ് 3. യോഗ്യതാ വിവരങ്ങൾ: ഏതെങ്കിലും ബാച്ചിലേഴ്സ് ഡിഗ്രി, 3 വർഷത്തെ ഡിപ്ലോമ, 1 വർഷ പരിചയം. പ്രായപരിധി 36 വയസ്സ്. നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കും. ശമ്പളം 24,800 രൂപ. താൽപ്പര്യമുള്ളവർ നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഓഗസ്റ്റ് 2 മുമ്പായി ഓൺലൈനായി അപേക്ഷിക്കുക. നോട്ടിഫിക്കേഷൻ ലിങ്ക്, അപ്ലൈ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും പോസ്റ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ്റെ കീഴിൽ ഒഴിവ്. ഇലക്ട്രിസിറ്റി ഓംബുഡ്സ്മാന് വേണ്ടി എറണാകുളം കരാർ അടിസ്ഥാനത്തിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റിനെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത: ബിരുദം, ടൈപ്പ് റൈറ്റിംഗ്, ഡാറ്റ എൻട്രി സ്കിൽ, കമ്പ്യൂട്ടർ പരിജ്ഞാനം, അല്ലെങ്കിൽ +2 ഡിപ്ലോമ, സെക്രട്ടറിയൽ പ്രാക്ടീസ്, കൊമേഴ്സ്യൽ പ്രാക്ടീസ്. പ്രായം 21 വയസ്സ് തൊട്ട് 35 വയസ്സ് വരെ. അപേക്ഷ ഓഫീസിലെത്തേണ്ട അവസാന തീയതി ജൂലൈ 31. വിശദ വിവരങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോക്കുക. നോട്ടിഫിക്കേഷൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ നോട്ടിഫിക്കേഷൻ ലിങ്ക് ആവശ്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക. മിൽമയിൽ വിവിധ സ്ഥലങ്ങളിൽ ഇപ്പോൾ ജോലിക്ക് കയറാം. മിൽമ എറണാകുളം മേഖലാ യൂണിറ്റിൻ്റെ വിവിധ യൂണിറ്റുകളിലേക്ക് ഫീൽഡ് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് തസ്തികയിൽ നിയമനത്തിന് നിർദ്ദിഷ്ടകാല കരാർ വ്യവസ്ഥ പ്രകാരം യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ മുഖാമുഖത്തിന് ക്ഷണിക്കുന്നു. ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ ബയോഡേറ്റയും അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ പകർപ്പുകളുമായി മിൽമയുടെ ഇനി പറയാൻ പോകുന്ന ഡയറികളിൽ യൂണിറ്റിൽ നിർദ്ദിഷ്ട ദിവസം എത്തിച്ചേരേണ്ടതാണ്. നിശ്ചിത യോഗ്യത: കുറഞ്ഞത് 50% മാർക്കോടെ ബിരുദം, ഇരുചക്ര വാഹന ഡ്രൈവിംഗ് ലൈസൻസ്, കമ്പ്യൂട്ടർ നൈപുണ്യവും അഭിലഷണീയം. ഇൻ്റർവ്യൂ ലൊക്കേഷൻ സ്ക്രീനിൽ കൊടുക്കുന്നു. നാഷണൽ ആയുഷ് മിഷൻ അറ്റൻഡർ ആവാം. ഇൻ്റർവ്യൂ വഴി ജോലി. നാഷണൽ ആയുഷ് മിഷൻ ജില്ലയിൽ നടപ്പാക്കി വരുന്ന വിവിധ പ്രോജക്റ്റുകളിൽ നേഴ്സിംഗ് അസിസ്റ്റൻ്റ്, അറ്റൻഡർ എന്നീ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ
വീഡിയോയിൽ നൽകിയിരിക്കുന്ന ജോലി വിവരങ്ങൾ വായിച്ചു മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷിക്കുക. കൂടാതെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പരമാവധി ഷെയർ ചെയ്യുക. നേഴ്സിംഗ് അസിസ്റ്റൻ്റ് തസ്തികയിൽ ANM അല്ലെങ്കിൽ തത്തുല്യ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കണം. ഉയർന്ന പ്രായപരിധി 40 വയസ്സ്. പ്രതിമാസ വേതനം 12,000 രൂപ. അറ്റൻഡർ തസ്തികയിൽ 10ാം ക്ലാസ് വിജയമാണ് യോഗ്യത. ഉയർന്ന പ്രായപരിധി 40 വയസ്സ്. പ്രതിമാസ വേതനം 11,000 രൂപ. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 1. നേഴ്സിംഗ് അസിസ്റ്റൻ്റ് തസ്തികയിലെ ഇൻ്റർവ്യൂ ഓഗസ്റ്റ് 7 രാവിലെ 10:30 അറ്റൻഡർ തസ്തികയിലെ ഇൻ്റർവ്യൂ ഓഗസ്റ്റ് 8 രാവിലെ 10:30 നടക്കും. നാഷണൽ ആയുഷ് മിഷൻ്റെ തിരുവനന്തപുരം ആരോഗ്യഭവൻ 5ാം നിലയിലാണ് ഇൻ്റർവ്യൂ നടത്തുന്നത്. യോഗ്യതയുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത, പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം അപേക്ഷകൾ തിരുവനന്തപുരം ആയുർവേദ കോളേജിന് സമീപമുള്ള ആരോഗ്യഭവൻ 5ാം നിലയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ നാഷണൽ ആയുഷ് മിഷൻ നേരിട്ടോ തപാൽ മുഖേനയോ നിശ്ചിത തീയതിക്കുള്ളിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.nam.kerala.gov.in. കേരള യൂണിവേഴ്സിറ്റിയിൽ സ്ഥിരജോലി, 1,00,000 മുകളിൽ മാസശമ്പളം. മൊബൈലിലൂടെ അപേക്ഷ നൽകാം. കേരള യൂണിവേഴ്സിറ്റിയിൽ സിസ്റ്റം മാനേജർ പോസ്റ്റിലേക്ക് കേരള PSSC മുഖേനയാണ് നിയമനം. കേരളത്തിൽ തന്നെ സ്ഥിര സർക്കാർ ജോലി സ്വപ്നം കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ അവസരം പാഴാക്കരുത്. കേരള യൂണിവേഴ്സിറ്റിയിൽ സിസ്റ്റം മാനേജർ ആകെ 2 ഒഴിവുകൾ. പ്രായപരിധി 18 വയസ്സ് മുതൽ 45 വയസ്സ് വരെ. ഉദ്യോഗാർത്ഥികൾ 1979 ജനുവരി 2 2006 ജനുവരി 1 ഇടയിൽ ജനിച്ചവരായിരിക്കണം. SC ST മറ്റ് പിന്നാക്ക വിഭാഗക്കാർക്ക് വയസ്സിളവ് സംബന്ധിച്ച വിവരങ്ങൾ വിജ്ഞാപനം കാണുക. യോഗ്യത MCA അല്ലെങ്കിൽ BTech ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, BTech ഏതെങ്കിലും വിഷയങ്ങൾ. കമ്പ്യൂട്ടർ സ്പെഷ്യലൈസേഷനോടെ പാസ്സാവണം, അതായത് PGDCA അല്ലെങ്കിൽ തത്തുല്യം. ഡാറ്റ പ്രോസസ്സിംഗ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ 8 വർഷത്തെ പരിചയം അല്ലെങ്കിൽ BTech ഏതെങ്കിലും വിഭാഗം. ഡാറ്റ പ്രോസസ്സിംഗ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ 10 വർഷത്തെ പരിചയം അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ്, ഫിസിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവയിൽ സ്പെഷ്യലൈസേഷനോടുകൂടിയ MSc, ഡാറ്റ പ്രോസസ്സിംഗ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എന്നിവയിൽ 10 വർഷത്തെ പരിചയം. ശമ്പളം 80,000 രൂപ മുതൽ 1,50,000 രൂപ വരെ ശമ്പളമായി ലഭിക്കും. കൂടാതെ കേരള സർക്കാർ മുഖേനയുള്ള മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കും. ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപേക്ഷ നൽകുക. കേരള PSSCയുടെ വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷ. അവസാന തീയതി ഓഗസ്റ്റ് 14 രാത്രി 12 മണി വരെ. SBI റിക്രൂട്ട്മെൻറ്റ് 1000+ ഒഴിവുകൾ, 61 ലക്ഷം വരെ ശമ്പളം. ചെയ്യേണ്ടത് ഇത്രമാത്രം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ റീജിയണൽ ഹെഡ്, വൈസ് പ്രസിഡൻറ്റ്, വെൽത്ത്, റിലേഷൻഷിപ്പ് മാനേജർ, പ്രോജക്റ്റ് ഡെവലപ്മെൻറ്റ് മാനേജർ, സെൻട്രൽ റിസർച്ച് ടീം, ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെഷ്യലിസ്റ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫീസർ എന്നീ സ്ഥാനങ്ങളിലേക്ക് യോഗ്യതയുള്ള വ്യക്തികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. ആകെ 1040 ഒഴിവുകളാണ് ഉള്ളത്. താൽപ്പര്യമുള്ളവരും യോഗ്യതയുള്ളവരുമായ ഉദ്യോഗാർത്ഥികൾക്ക് ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിശദാംശങ്ങൾ നോക്കാം. തസ്തികയുടെ പേര്: റീജിയണൽ ഹെഡ്, വൈസ് പ്രസിഡൻറ്റ്, വെൽത്ത്, റിലേഷൻഷിപ്പ് മാനേജർ, പ്രോജക്റ്റ് ഡെവലപ്മെൻറ്റ് മാനേജർ, സെൻട്രൽ റിസർച്ച് ടീം, ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെഷ്യലിസ്റ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫീസർ. ഒഴിവുകളുടെ എണ്ണം 1040. പ്രായപരിധി 26 വയസ്സ് തൊട്ട് 50 വയസ്സ് വരെ. ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതയും പരിചയവും: അപേക്ഷകൻ ബിരുദധാരിയായിരിക്കണം. അപേക്ഷകർ CAകൾ അല്ലെങ്കിൽ CFAകൾ ആയിരിക്കണം.
അല്ലെങ്കിൽ MBA, PGDM അല്ലെങ്കിൽ PGDBM പൂർത്തിയാക്കിയിരിക്കണം. ഈ തസ്തികകളുടെ ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിവർഷം 60 ലക്ഷം രൂപ വരെ പ്രതിഫലം ലഭിക്കും. തെരഞ്ഞെടുപ്പ് പ്രക്രിയ അഭിമുഖത്തിലൂടെയാണ് തിരഞ്ഞെടുപ്പ്. എങ്ങനെ അപേക്ഷിക്കാം? അപേക്ഷകർ ഓൺലൈനായി അപേക്ഷിക്കണം. പ്രധാന തീയതികൾ: അപേക്ഷ 8 ഓഗസ്റ്റ് 2024 സമർപ്പിക്കണം. അത് സമയപരിധിയാണ്. പ്രധാന ലിങ്കുകൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഇതുമായി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക. ഇതിൻ്റെ ലിങ്ക് ആവശ്യമുള്ളവർ SBI എന്നെഴുതി കമൻറ്റ് ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക. ഈ ചാനലിൽ വരുന്ന ഏതെങ്കിലും ജോലിയുടെ ലിങ്കുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, ഏത് ജോലിയുടെ പോസ്റ്റിൻ്റെ ലിങ്കാണോ നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ പേരെഴുതി കമൻറ്റ് ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.